ഹലോ, അപ്പം നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള അമരൻ സിനിമയിൽ സായി പല്ലവിയുടെ ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയ റീലും കാര്യങ്ങളൊക്കെ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി വിസ്മയ അഖിൽ ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് റീൽ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഗാർണിയറിൻ്റെ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പോൾ സായി പല്ലവിയുടെ ഒരു ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ മേക്കപ്പ് വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഗാർണിയറിൻ്റെ ഒരു ഫേസ് വാഷ് ഒരു എബൌട്ട് ഒരു 100 രൂപയുടെ ഉള്ളിലൊക്കെയാണ് ആ ഫേസ് വാഷിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഗാർണിയറിൻ്റെ തന്നെ ഒരു വിറ്റാമിൻ സിയുടെ സീറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ പോയ സമയത്ത് അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നു വിറ്റാമിൻ സിയുടെ സിറം യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. എൻ്റെത് നോർമൽ സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ നോർമലാണോ കോമ്പിനേഷനാണോ ഓയിലി ആണോ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനൊരു BB ക്രീമാണ് എടുക്കുന്നത്. വേറെ ഫൗണ്ടേഷനൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഇന്നത്തെ ഒരു മേക്കപ്പ് ലുക്കിന് BB ക്രീം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പൊതുവേ ഞാൻ ഷൂട്ടിനൊക്കെ മാമാരത്തിൻ്റെ ക്രീമൊക്കെ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഈ ഒരു ഷൂട്ടിന് ഇത് മതിയെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ BB ക്രീം എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഒരു ഹൈലൈറ്ററാണ് എടുക്കുന്നത്. സായി പല്ലവിയുടെ മുഖമൊക്കെ നന്നായിട്ട് തൊടുത്ത് ചുവന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റെഡ് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പർപ്പിൾ നിന്ന് ഓർഡർ ചെയ്താൽ കേട്ടോ. എബൌട്ട് ഒരു 100 രൂപയുടെ ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതും ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. നല്ല സ്കിന്നോട് നല്ല ചേർന്ന് കിടക്കുന്ന പോലെ ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഓവറായിട്ട് എനിക്കൊന്നും നിൽക്കുന്നത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഹൈലൈറ്റർ ആയിരുന്നു. ഇത് ഞാൻ കുറേ നാളായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 6-7 മാസത്തോളമായി, ഏകദേശം 6-7 1 വർഷത്തോളം ആവാറായിട്ടുണ്ടോ. നല്ലൊരു ഒരു പ്രൈമറാണിത്. ഭയങ്കര ഗ്ലിറ്ററിങ് എഫക്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഓയിലി ആണെന്ന് എനിക്ക് തോന്നിയില്ല, പക്ഷെ നല്ലൊരു സ്മൂത്തിങ് ഫിനിഷ് തരും. നല്ല അടിപൊളിയാണ്, എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 400 റേഞ്ചിലൊക്കെയാണ് കേട്ടോ വരുന്നത്. നന്നായിട്ട് ഇങ്ങനെ നമ്മളുടെ കവിളൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇട്ടപ്പോൾ എനിക്ക് ബ്ലെൻഡർ തീരില്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാമെന്നായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കല്ല ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക്ക് ആട്ടോ. അതും തീരെ മിനിമലായിട്ടേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം സായി പല്ലവി ലിപ്സ്റ്റിക്കൊന്നും ആ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന പോലെ മൂവിയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മിനിമലായിട്ട് മതി. എൻ്റെ ഒരു കോൺഫിഡൻസിനാണ് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് കണ്ണും എഴുതണം, ലിപ്സ്റ്റിക്കും വേണം കേട്ടോ. എനിക്ക് കണ്ണെഴുതാതെ പിന്നെയും പോകാൻ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇല്ലാതെ തീരെ പറ്റില്ല. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് കണ്ണെഴുതി കൊടുക്കണം. അടിയിൽ മാത്രം നേഴ്സായിട്ട് എഴുതി കൊടുക്കുന്നു. അതിൽ പിന്നെ ചെറിയൊരു പൊട്ടും വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ഒരു പൊട്ടത്തരം കാട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണെഴുതിയതൊന്നും നന്നായിട്ട് ഡ്രൈ ആവാതെയായിരുന്നു ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിക്കുമ്പോൾ കണ്ണും എഴുതിയതൊക്കെ ആകുമ്പോൾ നമുക്ക് ആകെ എരിച്ചൽ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഏതായാലും ഏത് ക്രീം യൂസ് ചെയ്താലും സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസിങ് ആയാലും ഏത് ക്രീം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലായാലും ഒരു 2-3 മിനിറ്റ്സ് അത് ഡ്രൈ ആവാനായിട്ട് നിങ്ങൾ വയ്ക്കുക കേട്ടോ. അപ്പോൾ ചെറിയ മിനി ഫാനൊക്കെ കിട്ടും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ. അപ്പോൾ നിങ്ങൾ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ ഇവിടെ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ മുടി ചെയ്ത് കൊടുത്തു. നോർമലായിട്ടുള്ള വഴുവനെ എടുത്തിട്ട് ഞാൻ മുടി ഒന്ന് ചെയ്ത് ഒരു പോണിറ്റയിൽ കെട്ടി കൊടുത്തു കേട്ടോ. വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ആക്സസറീസും കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ചെറിയൊരു റിങ് കമ്മലുണ്ട് ചെവിയിൽ, നല്ല നോർമൽ വളയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഷാളിട്ടു. പിന്നെ ഹഗിയുടെ AKPയുടെ ടാഗായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അതും ഇട്ടു. പിന്നെ ഞങ്ങൾ ലാപ്പിൻ്റെ ബാഗായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇട്ട്. അങ്ങനെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സായി പല്ലവി ഒന്നും ആയില്ലെങ്കിലും എന്തോ ഒരു പല്ലവി ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ റീൽസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസ് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോയിൽ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അവസാനം ഞാൻ ബ്ലെൻഡർ കുറഞ്ഞുകൊണ്ട് അവസാനം കുറച്ചുകൂടി ബ്ലെൻഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.